ഇന്ന് ഞങ്ങൾ കലാശക്കൊട്ട് അത് സ്വാഭാവികമായിട്ടുമുള്ളതുപോലെ വളരെ ശക്തമായിട്ട് നടക്കും. ഞങ്ങളെ സ്ഥാനാർത്ഥിയുടെ പര്യടനം ഇന്ന് 10 മണിക്ക് വഴിക്കടവിൽ നിന്ന് ആരംഭിക്കും. അത് ഉച്ചയോടുകൂടിയിട്ട് നഗരത്തിലെത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളിലെയും പര്യടനം പൂർത്തിയാക്കിയതിന് ശേഷം അത് ഒരു ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയിട്ട് നിലമ്പൂർ നഗരത്തിലെത്തും. നിലമ്പൂർ നഗരത്തിൽ നഗരപ്രദക്ഷിണം കഴിഞ്ഞതിന് ശേഷം ഈ സമാപന പരിപാടിക്കായിട്ട് അധികൃതർ അനുവദിച്ചിട്ടുള്ള ആ സ്ഥലത്ത് ഞങ്ങൾ കേന്ദ്രീകരിക്കും. അവിടെ ഞങ്ങളുടെ പ്രദർശനമുണ്ടാവും. അല്ല, LDFനും UDFനും അവരുടെ അകത്തളങ്ങളിൽ വലിയ ആശങ്കയുണ്ട്, അവ്യക്തതയുണ്ട്, ആശയക്കുഴപ്പമുണ്ട്. കാരണം 2 മുന്നണികളിലും ചോർച്ച ഉണ്ടാകാൻ വേണ്ടി പോവുക. അപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ സ്വാഭാവികമായിട്ടും അവർ ഉന്നയിക്കും. ഉദാഹരണത്തിന് ജമാഅത്ത് ഇസ്ലാമി രാജ്യദ്രോഹ സംഘടനയെ കൂട്ടുപിടിച്ചതിനെ സംബന്ധിച്ച് അടൂർ പ്രകാശിന് എന്താ പറയാനുള്ളത്? ഇതിനേക്കാൾ നല്ലത് പാകിസ്ഥാനുമായി ഞങ്ങൾ സഹകരിക്കുന്നു പറയുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പാകിസ്ഥാൻ്റെ സഹായം തേടും, ഇത് പറയുന്നതാണ് അടൂർ പ്രകാശിന് ഏറ്റവും നല്ലത്. ഇതേപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി സർക്കാർ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടനയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ ഇത് തീവ്രവാദ സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞിട്ടുണ്ട്, രാജ്യദ്രോഹ സംഘടനയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നയനാർ സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് അവരെ സർക്കാരിന് നേട്ടമായി കാണിച്ചത് ഇന്ത്യയിൽ ആകമാനം ബോംബ് സ്ഫോടനമുണ്ടാക്കി നിരപരാധികളെ കൊലപ്പെടുത്തുന്ന PDPയുടെ നേതാവ് മദനിയെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ തമിഴ്നാട് പോലീസിന് കൈമാറി എന്നതായിരുന്നു അന്നത്തെ അവകാശവാദം. ആ പീഡിപ്പിക്കപ്പെട്ടവർ എന്നുള്ള വ്യാഖ്യാനം കൊടുത്താണ് ഗോവിന്ദൻ മാഷ് ഇപ്പോൾ സഖ്യോ സഹകരണം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അടൂർ പ്രകാശും ഗോവിന്ദൻ മാഷൊക്കെ പറയേണ്ടത് ഈ രാജ്യദ്രോഹ സംഘടനകളുമായി, തീവ്രവാദ സംഘടനകളുമായി, ഭീകരവാദ സംഘടനകളുമായി കൂട്ടുകൂടിയതിൻ്റെ അടിസ്ഥാനം എന്താ? അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പാകിസ്ഥാനുമായിട്ടാണ് ഞങ്ങൾ സഹകരിക്കുന്നത് പറയാൻ പറ്റുമല്ലോ? പറയുന്നത് തെറ്റ്. പാകിസ്ഥാൻ്റെ കേരള പതിപ്പാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയും PDPയും. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ച ജനങ്ങൾ മുഴുവൻ എതിരാണ്. അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ദേശസ്നേഹികളായിട്ടുള്ള മുസ്ലിങ്ങളും ഇവർ ഇതിനെ എതിർക്കുമെന്ന കാര്യം സംശയമില്ല. അതുകൊണ്ട് 2 മുന്നണിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വോട്ട് ചോർച്ചയുണ്ടാകും. ജനങ്ങൾക്ക് ആവശ്യം സമാധാനമാണ്, വികസനമാണ്. ഇത് രണ്ടും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഏക മുന്നണി BJP നേതൃത്വം നൽകുന്ന NDA മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് അനുകൂലമായുള്ള ജനവിധി നിലമ്പൂരിൽ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്വാഭാവികമായും ഇതിപ്പം നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ ദേശീയതയുടെ, ദേശസ്നേഹത്തിൻ്റെ ഒരു പക്ഷം, മറുഭാഗത്ത് ദേശവിരുദ്ധതയുടെ പക്ഷം. ഇത് NDA ഒരു ഭാഗത്ത്, LDF UDF മറുഭാഗത്ത്. പക്ഷേ ഓരോ പാർട്ടിക്കകത്തും ഇതേ ധ്രുവീകരണം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഈ ദേശീയ വിരുദ്ധതയെ അംഗീകരിക്കുന്ന ഒരു പക്ഷം, ദേശസ്നേഹത്തെ അംഗീകരിക്കുന്ന പക്ഷം കോൺഗ്രസ്. പക്ഷേ കോൺഗ്രസിനകത്ത് ഇത്തരം 2 പക്ഷമുണ്ട്. ശശി തരൂർ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ രാഷ്ട്രീയത്തിനപ്പുറത്ത് രാഷ്ട്രത്തെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിനകത്ത് 2 വിഭാഗമുണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയിലും അകത്തുണ്ട്. സാധാരണ പ്രവർത്തകരാരും തന്നെ ഈ തീവ്രവാദ സംഘടനകളുമായുള്ള CPMൻ്റെ സഖ്യത്തെ അംഗീകരിക്കുന്നില്ല. CPMനകത്തും ദേശവിരുദ്ധതയും ദേശസ്നേഹവും തമ്മിൽ 2 ചേരി രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ധ്രുവീകരണം എല്ലാം തന്നെ NDAക്ക് അനുകൂലമാകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, പ്രത്യാശിക്കുന്നത്. അവിടെ ശശി തരൂരിനെ
അത് ദേശസ്നേഹത്തിൻ്റെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാരെ അവർ പ്രചരണ രംഗത്ത് മാറ്റി നിർത്തിയിരിക്കുന്നു. കാരണം തീവ്രവാദ സംഘടനകളുമായി സഖ്യമുണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ ആളുകളെ കൊണ്ടുവരാൻ അവർക്ക് പ്രയാസം ഉണ്ടാവും കോൺഗ്രസ്സിന്. അല്ല, ഞങ്ങൾ ഇപ്പം വോട്ടിൻ്റെ കണക്ക് അതൊന്നും ഞങ്ങളിപ്പം പറയുന്നില്ല. കാരണം ജനങ്ങളുടെ കയ്യിലാണ്. ജനങ്ങളുടെ വികാരത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളെ പ്രവർത്തകർ 3-4 തവണ എല്ലാ വീടുകളും സമ്പർക്കം ചെയ്തിട്ടുണ്ട്. അതിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരമ്പരാഗതമായി CPM-ന് വോട്ട് നൽകുന്നവരെ വീടുകളിൽ പോയിട്ടുണ്ട്, വോട്ടർമാരെ കണ്ടിട്ടുണ്ട്. പരമ്പരാഗതമായി കോൺഗ്രസ്സിന് വോട്ട് നൽകുന്നവരെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, സംവദിച്ചിട്ടുണ്ട്. ഈയൊരു അടിസ്ഥാനത്തിൽ ഇവരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസ്സിൽ നിന്നും അവർക്ക് ഇക്കാലം അത്രയും വോട്ട് ചെയ്ത ഒരു വലിയ വിഭാഗം NDAക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇരു മുന്നണികൾക്ക് അകത്തും വോട്ട് ചോർച്ച ഉണ്ടാകും എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നത്.